അനുഗ്രഹീതമായ ആ പരിശുദ്ധ ഖുർആൻ അതിറങ്ങിയതുകൊണ്ട് പരിശുദ്ധ റമദാൻ അനുഗ്രഹീതമായ മാസമായി മാറി. ഈ ഒരു പരിശുദ്ധ റമദാനിൽ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനങ്ങൾക്കും ഇരട്ടി പ്രതിഫലം, ധാരാളം പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റുന്ന, സത്യവിശ്വാസികൾക്ക് ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. സന്തോഷത്തോടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ അതിന് പ്രതിഫലം കരസ്ഥമാക്കാനും ഒക്കെയുള്ള ഒരു മഹത്തായ അവസരമാണ് പരിശുദ്ധ റമദാൻ. അപ്പോൾ ഈ ഒരു റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ റമദാനിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടണമെങ്കിൽ ഏതൊരു കർമ്മത്തെയും നമ്മൾ അതിൻ്റെ പ്രതിഫലവും പുണ്യവും അതിൻ്റെ ശ്രേഷ്ഠതകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിലേക്ക് പ്രവേശിക്കേണ്ടത്, അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യേണ്ടത്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. തീർച്ചയായും. കാരണം പഠിക്കുന്നതിലൂടെ നമുക്ക് ഒന്നുകൂടെ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരിത്. അതെ. അപ്പോൾ ആ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ശ്രേഷ്ഠതയും അതിലെ കർമ്മങ്ങളുടെ പ്രതിഫലവും ശ്രേഷ്ഠതയും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പരിശുദ്ധ റമദാനിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്? തീർച്ചയായും റമദാൻ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു തആല ചില മാസങ്ങൾക്ക് മഹത്വം നൽകലുണ്ട്, പവിത്രത നൽകലുണ്ട്. ചില ദിവസങ്ങൾക്കാകാം. അപ്പോൾ ഒരു വർഷത്തിൽ മനുഷ്യർക്ക് കൂടുതൽ നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി, അവൻ്റെ ആയുസ്സിൽ കൂടുതൽ നന്മകൾ നേടാൻ വേണ്ടി ചില ദിവസങ്ങൾക്കും രാത്രികൾക്കും മാസങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? പവിത്രത നൽകും. അതിലൂടെ വിശ്വാസികൾ നന്മകളിൽ മുന്നേറി പ്രതിഫലം വാങ്ങുക എന്നതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വല്ലാഹു തആല ആലം. നോക്കൂ, റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു തആല റമദാൻ പവിത്രമാണെന്നും ഖുർആൻ അവതരിച്ചത് കൊണ്ടാണെന്നും പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താണ്? ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. ആ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആരാ റമദാനിൽ ജീവനോടെ ആഫിയത്തോടെ ഉണ്ടോ അവൻ ഫൽയസുംഹു, അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ. അതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും പറഞ്ഞത്. അതാക്കും റമദാൻ ഷഹ്റുൻ മുബാറക്കുൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ വരി പറഞ്ഞത് ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാം. നിങ്ങൾക്ക് ആ മാസത്തിലെ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പം നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു മാസമാണ്. നോമ്പിൻ്റെ മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വിശ്വാസം പറഞ്ഞു, നിങ്ങൾക്കൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ഒരു നന്മക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും. ഇല്ല സിയാം, അല്ലെങ്കിൽ ഇല്ല സൗം, നോമ്പൊഴികെ. അതെ, നോമ്പിന്റെ പ്രതിഫലത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു ലീ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് എനിക്കുള്ളതാണ്. വ അനല്ലദീ അജ്സി ബി, ഞാനാണ് അതിന്റെ പ്രതിഫലം നൽകുന്നത്. എന്നാൽ മറ്റു നന്മകൾക്കും അല്ലാഹു തന്നെയല്ലേ പ്രതിഫലം നൽകുന്നത്. പിന്നെ എന്തുകൊണ്ട്? അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനെ അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞു. അപ്പം അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞ, ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നതെന്ന് പറഞ്ഞ ഒരു നന്മയാണ് സൗം. കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടിയാണ് അവൻ്റെ ഷഹ്വത്തിനെയും അവൻ്റെ വിശപ്പിനെയും അവൻ്റെ ദാഹത്തെയെല്ലാം നോമ്പിലൂടെ അവൻ തടഞ്ഞു വെച്ചത്. അപ്പോൾ ഈ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നോമ്പ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഈ റമദാനിൻ്റെ ആദ്യത്തെ രാത്രി തന്നെ തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, അല്ലെങ്കിൽ അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. ഒരു മാസത്തിൻ്റെ തുടക്കത്തിലും ഒരു മാസത്തിനും ഇത്ര ഒരു മഹത്വം നൽകിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ റമദാനിനെ അള്ളാഹു മഹത്വപ്പെടുത്തിയത് റമദാൻ പിറവിയെടുത്താൽ അന്നത്തെ രാത്രി അള്ളാഹു തുറന്നു വെക്കുന്നത് സ്വർഗത്തിൻ്റെ കവാടങ്ങളാണ്. പിന്നെയോ വതുഗല്ലു ഫീഹി മറദത്തു ഷയാത്തീൻ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിടുന്നതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പിശാചുക്കളെ ബന്ധിപ്പിക്കും, ചങ്ങലകളാൽ ബന്ധിപ്പിക്കും. വതുഗല്ലു ഫീഹി അബ്വാബുന്നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. അപ്പോൾ തിന്മകൾ ചെയ്യാനുള്ള ഒരു സാധ്യത ആ മാസത്തിലില്ല എന്ന ഒരറിയിപ്പാണ്. നന്മകളിലേക്ക് മാത്രം മുന്നേറാനുള്ള ഒരു ആഹ്വാനമാണ്. അപ്പോൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല റമദാനിനെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ടും നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചിട്ടുകൊണ്ടും മനുഷ്യരെ പിഴപ്പിക്കുന്ന അതിശക്തന്മാരായ മലക്കുകൾ, ആ പ്രയോഗം തന്നെ അങ്ങനെയാണ്, മറദത്തു ഷയാത്തീൻ എന്ന. പിശാചുക്കളിൽ പല വകുപ്പുകളുണ്ട്.
പല ഇനങ്ങളുണ്ട്. അതിൽ മാരിദുകളായ ശൈത്താന്മാരെന്നാണ് അവിടെ പറഞ്ഞത്, എന്ന് പറഞ്ഞ അതിശക്തന്മാരായ പിശാചുക്കൾ. അപ്പോൾ മനുഷ്യന്മാരെ തിന്മയിലേക്ക് എത്തിക്കാൻ സാധ്യത കൂടുതലുള്ള പിശാചുക്കളെ ചങ്ങലകളാൽ ബന്ധിപ്പിക്കുമെന്നാണ്. നോക്കൂ, ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു മാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് മാസങ്ങളിൽ എണ്ണിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റു മാസങ്ങൾക്ക് ഈ പ്രത്യേകതകൾ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി നമ്മൾ ഹദീസുകൾ, പ്രവാചകൻ നമ്മുടെ ഹദീസുകൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും, നരകമോചനത്തിൻ്റെ മാസമാണ്. അതും പ്രവാചകൻ പറയുന്നുണ്ട്, വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈലത്തിൻ. എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ചില ആളുകളെ മോചിപ്പിക്കുമെന്നാണ്. അപ്പോൾ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, ഇപ്പം നരകത്തിലേക്ക് ആളുകൾ പ്രവേശിക്കപ്പെട്ടിട്ടില്ലല്ലോ, സ്വർഗത്തിലേക്ക് ആളുകൾ എത്തപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണിപ്പോൾ നരകമോചനം സാധ്യത? ഇപ്പം നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുമെന്ന് പറയണത് ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തി. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ നമ്മളുടെ അമലുകളെല്ലാം കഴിഞ്ഞ് നാളെ വിചാരണയും കഴിഞ്ഞ് ആരൊക്കെ നരകത്തിലെത്തും, ആരൊക്കെ സ്വർഗത്തിലെത്തും എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂച്ചറാണ്, ഭാവിയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂതമെന്നോ വർത്തമാനമെന്നോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവി കാലമെന്നോ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹു കാലത്തിനതീതമാണ്, കാലത്തിനതീതനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ നടത്തുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ് പറയുക, ഭൂതകാലത്തിലാണ് പറയുക. അങ്ങനെ ചെയ്തു, അങ്ങനെ സംഭവിച്ചു, പക്ഷേ സംഭവിച്ചിട്ടില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ചില ആളുകൾ അത് മോചിപ്പിച്ചു കഴിഞ്ഞു, നമുക്കാകട്ടെ ഇനി മോചിക്കാൻ കിടക്കണതേ ഉള്ളൂ. അപ്പോൾ ഈ റമദാനിൽ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഭാഗം ആളുകളെയും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അതെ തീർച്ചയായും പിന്നെ അറിയുള്ളൂ. നമുക്കറിയാൻ കഴിയുന്നത് പിന്നീടാണ് നമ്മൾ ആ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ എല്ലാ രാത്രിയിലും അള്ളാഹു അതിന് മഹത്വം വെച്ചിരിക്കുന്നു. അപ്പൊ റമദാനിന്റെ എല്ലാ രാത്രികൾക്കും പ്രത്യേകതയുണ്ട്. അത്തരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ആമീൻ ആമീൻ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി നമുക്ക് റമദാന്റെ മറ്റു പ്രത്യേകതകൾ എടുത്തു നോക്കിയാൽ നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, നമുക്കറിയാം ഹജ്ജും ഉംറയും പറയുമ്പോൾ ഒരിക്കലും ഹജ്ജിനെ പോലെയല്ല ഉംറ. കാരണം ഉംറ വളരെ പെട്ടെന്ന് കഴിയുന്നതാണ്, അധ്വാനം കുറവാണ്, അതിന് ഏത് സമയത്ത് നിർവഹിക്കാൻ കഴിയും. പക്ഷെ ഹജ്ജാകട്ടെ അതൊരു പ്രത്യേക മാസത്തിൽ പ്രത്യേക ദിവസം വെച്ചിട്ടുണ്ട്. മാത്രമല്ല അത് എല്ലാവർക്കും നിർബന്ധമല്ല. എന്നാൽ ഹജ്ജാണ് ഉംറയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത്. റമദാനിൽ ഒരാൾ ഒരു ഉംറ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉംറത്തുൻ ഫി റമദാൻ, റമദാനിലെ ഉംറ തഖ്ലി ഹജ്ജതൻ ഔ ഹജ്ജതൻ മഈ. സുബ്ഹാനല്ലാഹ്. റമദാനിലെ ഉംറ അതൊരു ഹജ്ജിനോ അല്ലെങ്കിൽ എന്നോടൊപ്പമുള്ള ഹജ്ജിനോ തുല്യമാണ്. ആരാണിത് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലിനോടൊപ്പം ഒരു ഹജ്ജ് ചെയ്തതിന് തുല്യമാകുന്ന അത്രയും പ്രതിഫലമുണ്ട് റമദാനിലെ ഉംറക്ക്. അപ്പോൾ നോക്കൂ, ഉംറ റമദാനിലായപ്പോൾ അതിൻ്റെ പ്രതിഫലം മാറി, അതിൻ്റെ മഹത്വം മാറി. ഇനി നമ്മൾ നോക്കിയാൽ നമസ്കാരം, തഹജ്ജുദ് നിസ്കാരമാകട്ടെ, വിത്ർ നിസ്കാരമാകട്ടെ, രാത്രിയുള്ള ഫർദിന് പുറമെയുള്ള നമസ്കാരം, ഈ നമസ്കാരം റമദാനിലല്ലാത്തപ്പോൾ എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ് നിസ്കരിക്കുക. പക്ഷെ റമദാനിലാകുമ്പോൾ അത് ജമാഅത്തായി നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃക കാണും. കാരണം ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ രാത്രി നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അതിൻ്റെ ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഫർദ് നിസ്കാരത്തിൻ്റെ വിഷയം പറയുമ്പോൾ വളരെ കുറഞ്ഞ സമയം ജമാഅത്തായി നമസ്കരിച്ചിട്ടുള്ളൂ. അതിന്റെ പ്രത്യേകതയെ സൂചിപ്പിക്കുന്ന മറ്റൊരു ഹദീസാണ്, അതായത് ഇത് നിങ്ങൾക്ക് നിർബന്ധമായി പോവോ എന്ന് ഞാൻ പേടിച്ചു പോയി. തീർച്ചയായും എന്നുള്ളതുകൊണ്ട് തീർച്ചയായും അപ്പൊ അത്രത്തോളം ആളുകൾ ആ നന്മയിൽ മുന്നേറുമെന്നാണ്. അതുകൊണ്ട് അത് ഫർദാക്കപ്പെടുമോ എന്നുള്ളതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു എന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോ നന്മകളും എടുത്തു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ അതിന് പ്രത്യേകമായി പ്രതിഫലം നൽകുന്നു, പ്രത്യേകമായി മഹത്വം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ്? അള്ളാഹു ആ റമദാൻ എന്ന് പറയുന്ന മാസത്തിന് ഖുർആനിൻ്റെ അവതരണത്തിലൂടെ മറ്റു 11 മാസങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകത നൽകിയിട്ടുണ്ട്. ആ പ്രത്യേകത ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാനും നിങ്ങളുമെല്ലാം ആ പ്രത്യേകത നൽകിക്കൊണ്ടാകണം റമദാനിനു വേണ്ടി ഒരുങ്ങേണ്ടത്.